നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പാമ്പാടി വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം പണിയാൻ ശിലാഫലകം സ്ഥാപിച്ചിട്ട് 1.5 വർഷം. വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വാടക പോലും നൽകാതെ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ വെട്ടിലായി റെഡ് ക്രോസ് സൊസൈറ്റി. ചിറക്കടവ് ദേശത്തിന് ഭക്തിയുടെ നിറച്ചാർത്ത്. ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 2-ന് ആറാട്ട്. മലരിക്കൽ ഒരുങ്ങി. മലരിക്കൽ ഗ്രാമീണ ജല ടൂറിസം മേളയ്ക്ക് വെള്ളിയാഴ്ച തുടക്കം. സമ്മേളനങ്ങളും ജലഘോഷയാത്രയും ചെറുവള്ളംകളി മത്സരവും മാറ്റിയേക്കും. വാർത്തകൾ വിശദമായി. പാമ്പാടി വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം വെറും വാക്കാകുന്നു. 6 മാസത്തിനകം പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന കരാർ പ്രകാരം ഹാൾ വിട്ടു നൽകിയ പാമ്പാടി റെഡ് ക്രോസ് സൊസൈറ്റി ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കഴിഞ്ഞ 16 മാസമായി റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിലാണ് വാടകയില്ലാതെ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. ഒട്ടകത്തിന് തലചായ്ക്കാൻ ഇടം നൽകിയ അവസ്ഥയാണ് ഇന്ന് പാമ്പാടി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിക്ക്. പാമ്പാടി വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നതിനായി ഹാൾ വിട്ടു നൽകിയതാണ് റെഡ് ക്രോസ് സൊസൈറ്റിയെ വെട്ടിലാക്കിയത്. 1.5 വർഷം മുൻപാണ് പുതിയ വില്ലേജ് ഓഫീസ് പണിയുന്നതിനായി ശിലാഫലകം സ്ഥാപിച്ചത്. അന്നു മുതൽ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഹാളിലായിരുന്നു വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ശിലാഫലകം സ്ഥാപിച്ച് 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ പ്രഖ്യാപനം. എന്നാൽ 16 മാസം കഴിഞ്ഞിട്ടും റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഹാളിൽ തന്നെയാണ് വാടക കൊടുക്കാതെ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. മുൻപ് റെഡ് ക്രോസ് ഹാൾ വാടകയ്ക്ക് നൽകി ആ തുക കൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയായിരുന്നു സൊസൈറ്റി. എന്നാൽ ഇപ്പോൾ വാടക പോലും ലഭിക്കുന്നില്ലെന്ന് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ചെയർമാൻ OC ചാക്കോ പറയുന്നു. 2022 ജൂൺ മാസം 7-ാം തീയതി ഈ കെട്ടിടം 6 മാസം കൊണ്ട് വില്ലേജ് ഓഫീസ് പണിയുമെന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ ഒരു കത്ത് തരികയും താൽക്കാലികമായിട്ട് 6 മാസത്തിന് മാത്രം താൽക്കാലികമായിട്ട് പ്രവർത്തിക്കാൻ നേരിടുമെന്ന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കെട്ടിടം വാടക മേടിക്കാതെ നൽകിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 16 മാസമായിട്ട് പോലും ഈ കെട്ടിടം പഴയ വില്ലേജ് ഓഫീസ് പൊളിച്ചു കളഞ്ഞെങ്കിലും പുതിയൊരു വില്ലേജ് ഓഫീസ് പണിയുന്നതിനുള്ള ഈ കെട്ടിടം മരം വെട്ടുകയോ യാതൊരു കാര്യം ചെയ്തിട്ടില്ല. അതുതന്നെ ഇതിന് അനുവദിച്ച ഫണ്ട് വക മാറ്റിപ്പോയെന്നാണ് അറിഞ്ഞത്. ഉടനെ ഇതിനെ പൂരോപ്പടി ഇന്ന് സ്മാർട്ട് വില്ലേജ് ഓഫീസ് പണിയുന്ന ആവശ്യത്തിലേക്കാണ് 6 മാസം കൊണ്ട് തീർക്കാൻ വേണ്ടി ഈ കാര്യങ്ങളുണ്ട്. പക്ഷേ യാതൊരു കാര്യവും നടക്കാതെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെല്ലാം വന്നില്ല. പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ച സ്ഥലം ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ്. ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് അധികൃതർക്കും നവകേരള സദസ്സിലും പരാതി നൽകിയിട്ടും യാതൊരു മെച്ചവും ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ആയിരങ്ങളെ സാക്ഷിയാക്കി ചിറക്കടവ് ശ്രീ മഹാദേവന് കൊടിയേറ്റ്. ക്ഷേത്രം തന്ത്രി താഴ്മൺമഠം കണ്ഠരര് മോഹനരര് കൊടിയേറ്റി. ഫെബ്രുവരി 2-നാണ് ആറാട്ട്. ഭക്തഹൃദയം ഏറ്റുചൊല്ലിയ നമശിവായ മന്ത്രങ്ങളാൽ മുഖരിതമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചിറക്കടവ് മഹാദേവന് കൊടിയേറ്റ്. ഇനിയുള്ള 9 ദിനങ്ങൾ ചിറക്കടവ് ഗ്രാമത്തിന് ഭക്തിയുടെ രാപ്പകലുകൾ. ബുധനാഴ്ച വൈകിട്ട് വിഴിക്കത്തോട് ചിറ്റടി കുടുംബത്തിൽ നിന്നും വാദ്യമേളങ്ങളോടെ ഘോഷയാത്രയായി എത്തിച്ച കൊടിക്കൂറയ്ക്ക് ക്ഷേത്രത്തിൽ വരവേൽപ്പ് നൽകി. തുടർന്ന് ചിറ്റടി കുടുംബ പ്രതിനിധി സാബുകുമാർ കൊടിക്കൂറയും കൊടിക്കയറും ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം കൊടിമര ചുവട്ടിൽ നടന്ന പൂജകളെ തുടർന്ന് ക്ഷേത്രം തന്ത്രി താഴ്മൺമഠം കണ്ഠരര് മോഹനരര് കൊടിയേറ്റി. ക്ഷേത്രം മേൽശാന്തി പെരുന്നാട്ടിലം മനോജ് നമ്പൂതിരി സഹകാർമ്മികനായി. ജനുവരി 25 വ്യാഴാഴ്ച മുതൽ ജനുവരി 31 ബുധനാഴ്ച വരെ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് ഉത്സവബലിയും ഉച്ചയ്ക്ക് 12:30 ദർശനവും നടക്കും. ഫെബ്രുവരി 1 വ്യാഴാഴ്ചയാണ് പള്ളിവേട്ട. ഫെബ്രുവരി 2-ാം തീയതി രാത്രി 7 മണിക്ക് തിരുആറാട്ടും ആറാട്ടുകടവിൽ ദർശനവും നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മലരിക്കൽ ഗ്രാമീണ ജല ടൂറിസം മേളയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. സമ്മേളനങ്ങൾ, ജലഘോഷയാത്ര, ചെറുവള്ളംകളി മത്സരം എന്നിവയെല്ലാം ജല ടൂറിസം മേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്.
തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ മലരിക്കൽ ഗ്രാമീണ ജല ടൂറിസം മേളയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മീനച്ചിലാർ, മീനന്ത്രയാൽ, കൊടൂരാർ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായാണ് മലരിക്കൽ ഗ്രാമീണ ജല ടൂറിസം മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് ജനകീയ കൂട്ടായ്മ, മലരിക്കൽ ടൂറിസം സൊസൈറ്റി, ജെ ബ്ലോക്ക് തിരുവൈക്കാരി പാടശേഖര സമിതികളും, കാഞ്ഞിരം തിരുവാർപ്പ് സർവീസ് സഹകരണ ബാങ്കുകളും തിരുവാർപ്പ് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘവും ചേർന്നാണ് മലരിക്കൽ ടൂറിസം മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് തിരുവാർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ കെ മേനോൻ പറഞ്ഞു. ഈ വർഷത്തെ ഗ്രാമീണ ജല ടൂറിസം മേള ജനുവരി 26, 27, 28 തീയതികളിലായിട്ടാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ വൈകിട്ട് 5 മണിക്ക് കേരളത്തിൻ്റെ ആരാധ്യനായ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവറുകളാണ് ഈ മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. 3 ദിവസമായി നടക്കുന്ന മേളയിൽ കോട്ടയത്തിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ തോമസ് ചാഴിക്കാടൻ, കോട്ടയത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KV ബിന്ദു അടക്കമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഈ മേളയുടെ ഭാഗമായി മാറാൻ എത്തുന്നുണ്ട്. 3 ദിവസങ്ങളായി നടക്കുന്ന ജല ടൂറിസം മേളയിൽ സമ്മേളനങ്ങൾ, കുറത്തിയാട്ടം, കലാസന്ധ്യ, ജലയാനയാത്ര, നാട്ടരങ്ങ്, നാടൻപാട്ട്, നാടൻ രുചിമേള, ചെറുവള്ളംകളി മത്സരം, വടംവലി തുടങ്ങിയവയെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. MRF എംപ്ലോയീസ് അസോസിയേഷൻ INTUC വാർഷിക സമ്മേളനം വെള്ളിയാഴ്ച നടക്കും. ഇതിന് മുന്നോടിയായി ദീപശിഖ പ്രയാണം പുതുപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ചു. MRF എംപ്ലോയീസ് അസോസിയേഷൻ INTUC 50ാം വാർഷിക സമ്മേളനം വെള്ളിയാഴ്ച കോട്ടയത്ത് നടക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മാമൻ മാപ്പിള ഹാളിലെ ഉമ്മൻചാണ്ടി നഗറിൽ നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ദീപശിഖ പ്രയാണം പുതുപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നുമാണ് ദീപശിഖ പ്രയാണം ആരംഭിച്ചത്. സെക്രട്ടറി അജു ചാക്കോ ദീപശിഖ ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് മാത്യു, കുഞ്ഞില്ലംപള്ളി, ഗൗരി ശങ്കർ, ചിന്തു റോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുതുപ്പള്ളി. പാലാ പൊൻകുന്നം റോഡിൽ പൈകയ്ക്ക് സമീപം സ്കൂട്ടറിൽ ബൈക്കിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. റോഡ് കുറുകെ കടക്കുന്നതിനിടെ സ്കൂട്ടറിൽ ബൈക്കിടിക്കുകയായിരുന്നു. പൈക സ്വദേശിനി മീരയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. പൂവരണി പള്ളിക്ക് സമീപത്തെ ഇടറോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് കടക്കുന്നതിനിടെയായിരുന്നു അപകടം. ബൈക്ക് ഓടിച്ചിരുന്ന യുവാവിനും പരിക്കുണ്ട്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് അംഗം ജിമ്മിച്ചൻ ഈറ്റത്തോട്ടത്തിലും വൈസ് പ്രസിഡന്റായി CPM-ലെ സൂര്യമോളും തെരഞ്ഞെടുക്കപ്പെട്ടു. ധാരണപ്രകാരം 3 വർഷം തികഞ്ഞ CPM പ്രതിനിധി S. ഷാജി രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പാലാ നഗരസഭയിൽ കൗൺസിലറുടെ ഇയർപോഡ് മോഷണം സംബന്ധിച്ച വിഷയം വിവാദത്തിലേക്ക്. തന്റെ കാണാതായ ഇയർപോഡ് എടുത്തത് അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടമാണെന്ന് ജോസ് ചീരാങ്കുഴി കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. എന്നാൽ ആരോപണം നിഷേധിച്ച ബിനു പുളിക്കക്കണ്ടം ശക്തമായ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് വെളിപ്പെടുത്തി. കഴിഞ്ഞ 2 ആഴ്ചയായി പാലാ നഗരസഭയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയർപോഡ് വിവാദമാണ് പുതിയ വഴിത്തിരിവിലെത്തിയത്. ഈ മാസം 18-ന് നടന്ന അടിയന്തര കൗൺസിലിലാണ് കൗൺസിലർ ജോസ് ചീരാംകുഴി തന്റെ ആപ്പിൾ ഇയർപോഡ് കാണാതായ വിവരം കാണിച്ച് നഗരസഭ ചെയർപേഴ്സണ് കത്ത് നൽകിയത്. 2 ദിവസം മുൻപ് നടന്ന കൗൺസിൽ യോഗത്തിൽ ഇയർപോഡ് മോഷണത്തിൽ പങ്കില്ലെന്ന് കാണിച്ച് UDF അംഗങ്ങളും ആക്ടിംഗ് ചെയർമാനായിരുന്ന സാവിയോ കാവുകാട്ടിന് കത്ത് നൽകിയിരുന്നു. ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ ഇയർപോഡ് എടുത്തത് ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് ഭരണപക്ഷ കൗൺസിലർമാർ ജോസ് ചീരാംകുഴിയോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് ഇയർപോഡ് ഉപയോഗിക്കുന്നത് കൗൺസിലർ അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടമാണെന്ന് ജോസ് ചീരാംകുഴി വെളിപ്പെടുത്തിയത്. ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ വാഗ്വാദവും ഉണ്ടായി. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ഇത് സംബന്ധിച്ച് നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ലീന സണ്ണിക്ക് കത്ത് നൽകുകയും ചെയ്തു. ആപ്പിൾ കമ്പനിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കാൻ വൈകിയതിനെ തുടർന്നാണ് കത്ത് നൽകാൻ വൈകിയത്. ലൊക്കേഷൻ അനുസരിച്ച് ഭരണപക്ഷത്തെ ചിലരുടെ വീടും സ്ഥാപനങ്ങളുമാണ് ഉള്ളതെന്നും ബിനു കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരോപണത്തെ നിയമപരമായി നേരിടുമെന്നും ബിനു പറഞ്ഞു. ഞാൻ ഇന്ന് കൗൺസിൽ കൂടിയപ്പോൾ ഒരു കത്ത് ചെയർപേഴ്സണ് നൽകിയിരുന്നു. അത് വായിക്കാൻ പറഞ്ഞു. അത് വായിച്ചു. എന്നാൽ അതിലെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൗൺസിൽ യോഗങ്ങളിലുപരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് തെളിവുകൾ എടുക്കണമെന്നായിരുന്നു. എന്നാൽ അത് തയ്യാറാകാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി ജോസ് ചീരാങ്കുഴിയെ കൊണ്ട് തികച്ചും അപകാസ്യമായ ജനം വിശ്വസിക്കാത്ത ഒരു നുണ പറഞ്ഞുകൊണ്ട് കൗൺസിലിൻ്റെ അന്തസ്സത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ ഗൂഢനീക്കമാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കൊണ്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള പോരാട്ടത്തിലൂടെ ഇന്ന് തുടക്കമുണ്ട്. ഇതിനെതിരെ നടപടികൾ 100% നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും.
അദ്ദേഹം ഇന്ന് പറഞ്ഞതിൻ്റെ ക്ലിപ്പിംഗ് അല്ലെങ്കിൽ അത് കിട്ടിയതിന് ശേഷം മാനനഷ്ട കേസ് ഉൾപ്പെടെ നിരവധിയായ നിയമ പോരാട്ടത്തിലേക്ക് കടക്കാനാണ് കരുതുന്നത്. ഭരണപക്ഷാംഗങ്ങൾക്കിടയിൽ തന്നെയുണ്ടായ മോഷണ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇടതു മുന്നണിക്കുള്ളിലും ചർച്ചകൾക്കിടയാക്കും. CPM പ്രതിനിധിയാണ് അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം. നാളുകളായി ബിനു പുളിക്കക്കണ്ടവും കേരള കോൺഗ്രസ് അംഗങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസവും നിലനിന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. KPCC തെരഞ്ഞെടുത്ത ചിറക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി സേവ്യർ മൂലകുന്ന് ചുമതലയേറ്റു. കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ജീരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. ആന്റണി MP മുഖ്യാതിഥിയായി. മുൻ DCC അധ്യക്ഷൻ ടോമി കല്ലാനി മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ പോലീസിനെ അഴിച്ചുവിട്ട് കേരളത്തിലെ DYFIക്കാരുടെ അധികാരം കയ്യിലെടുത്ത് പോലീസുമാർ പ്രയോഗിക്കാൻ വരെ നിർദ്ദേശം കൊടുത്തൊരു മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ കയറുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുത്തുകൊള്ളാവുന്നല്ല, ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തുകൊള്ളാവുന്ന ഭരണഘടനയെ സത്യം ചെയ്ത ഒരു മുഖ്യമന്ത്രി രക്ഷാപ്രയോഗം നടത്തിക്കൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസിനെ പ്രതികരിക്കുന്നു. പാമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാർ നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ഡാലി റോയ് ഉദ്ഘാടനം ചെയ്തു. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. പാമ്പാടി ബ്ലോക്ക് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ് അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ സന്ധ്യ രാജേഷ് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM മാത്യു കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. P. ഹരികുമാർ, VM പ്രതീഷ്, ഷേർലി തരിയൻ, KK തങ്കപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. രാജു പാമ്പാടി രചിച്ച പാമ്പാടി കവിതകൾ എന്ന പേരിലുള്ള കവിതാ സമാഹാരം ഞായറാഴ്ച പ്രകാശനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പാമ്പാടി പബ്ലിക് ലൈബ്രറി ഹാളിലാണ് പ്രകാശനം. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പ്രകാശനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ പ്രകാശന കർമ്മം നടക്കുന്നത് 2024 ജനുവരി 28 ഞായറാഴ്ച 3 PM ആദരണീയനായ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനാണ് പാമ്പാടി കവിതകളുടെ പ്രകാശനം നിർവഹിക്കുന്നത്. പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത് പാമ്പാടി പബ്ലിക് ലൈബ്രറിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ കെന്നഡി വർഗീസ് അവരുകളാണ്. അന്തർ സർവകലാശാല ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ MG സർവകലാശാലയുടെ മേഘ മറിയത്തിന് സ്വർണം. പാല അൽഫോൻസ കോളേജിലെ PG വിദ്യാർത്ഥിനിയാണ് മേഘ. ജലന്ധറിൽ നടന്ന 2023-24 ഇന്റർ യൂണിവേഴ്സിറ്റി വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 81 കിലോഗ്രാം വിഭാഗത്തിൽ MG യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് പാല അൽഫോൻസ കോളേജ് വിദ്യാർത്ഥിനിയായ മേഘ മറിയം മാത്യു സ്വർണ്ണ മെഡൽ നേടി. കേരളത്തിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികൾ പങ്കെടുത്ത ഈ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് ലഭിച്ച ഏക സ്വർണമാണ് ഇത്. ഈ വർഷം നടന്ന MG സർവകലാശാല അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഷോട്ട് പുട്ടിൽ സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് മേഘ. അൽഫോൻസ കോളേജിൽ 2ാം വർഷ PG വിദ്യാർത്ഥിനിയാണ്. പുനലൂർ ഇളംപാൽ സ്വദേശികളായ വീരപ്പള്ളിൽ സങ്കീർത്തനത്തിൽ ജോൺ മാത്യുവിന്റെയും ജോളി മാത്യുവിന്റെയും മകളാണ് മേഘ. D. ചന്ദ്രലാലാണ് പരിശീലകൻ. ന്യൂസ് ബ്യൂറോ, പാല. പാല ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ തപാൽ വകുപ്പ് നിക്ഷേപ സമാഹരണ മേള നടത്തി. ഇതോടൊപ്പം നിക്ഷേപ സമാഹരണ മേളയും ആധാർ മേളയും നടന്നു. പോസ്റ്റ് ഓഫീസ് അങ്കണത്തിൽ നടന്ന സമ്മേളനം പാല മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ പ്രൊഫസർ സതീഷ് ചൊള്ളാനി അക്കൗണ്ട് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരുന്ന ഇന്ത്യ പോസ്റ്റ് അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസുകൾ ഇന്ന് ജനങ്ങളുമായി അത്രയ്ക്ക് ചേർന്ന് പ്രവർത്തിക്കാത്ത സ്വന്തമായ കാലഘട്ടത്തിൽ ജനങ്ങളിലേക്ക് ഇന്ത്യ പോസ്റ്റിന്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി ഇതുപോലെയൊരു യോഗം സംഘടിപ്പിച്ച പാല ഹെഡ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും പാല നഗരസഭയുടെ പേരിൽ സേവനത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നതിന് വലിയ അവസരം ഉപയോഗിക്കുന്നു. അറിയിപ്പ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അസാപ് കേരളയുടെ കോട്ടയം പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് സൗജന്യ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ കോഴ്സിൽ അപേക്ഷിക്കാം. പ്രവേശനം ആരംഭിച്ചു. ഫോൺ 8921 636122.
ചിറക്കടവ് പബ്ലിക് ലൈബ്രറിയിൽ 26-ന് UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരം നടത്തും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്റ്റർ ചെയ്യണം. ഫോൺ 7994181104. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ പുതിയതായി ആരംഭിക്കുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്റർ, സെന്റർ ഫോർ എക്സലൻസ് ഇൻ നാനോ സയൻസ് എന്നിവയുടെ ഭാഗമായി രൂപീകരിക്കുന്ന ഇൻഡസ്ട്രിയൽ കൺസോർഷ്യത്തിന്റെ പങ്കാളികളാകാൻ വ്യവസായ സ്ഥാപനത്തിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങൾ വ്യവസായ മേഖലയുടെ സഹകരണത്തോടെയാകും പ്രവർത്തിക്കുക. കൃഷി, ആരോഗ്യം, റൂറൽ ടെക്നോളജി, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളാണ് ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്റർ പ്രധാനമായും നടക്കുക. സമൂഹത്തിന് ഗുണകരമാകുന്ന ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണം കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് നേടി വ്യാവസായിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. താൽപര്യപത്രം 31-ന് വൈകിട്ട് 5-ന് മുമ്പ് biic@mgu.ac.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. ഫോൺ 9847901149. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാമ്പാടി വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം പണിയാൻ ശിലാഫലകം സ്ഥാപിച്ചിട്ട് 1.5 വർഷം. വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വാടക പോലും നൽകാതെ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ വെട്ടിലായി റെഡ് ക്രോസ് സൊസൈറ്റി. ചിറക്കടവ് ദേശത്തിന് ഭക്തിയുടെ നിറച്ചാർത്ത്. ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 2-ന് ആറാട്ട്. മലരിക്കൽ ഒരുങ്ങി. മലരിക്കൽ ഗ്രാമീണ ജല ടൂറിസം മേളയ്ക്ക് വെള്ളിയാഴ്ച തുടക്കം. സമ്മേളനങ്ങളും ജലഘോഷയാത്രയും ചെറുവള്ളംകളി മത്സരവും മാറ്റിയേക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.